പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ. മെയ് ദിനാഘോഷം. അച്ഛാ, ഇന്നെന്താ പ്രത്യേകത? അച്ഛൻ ഓഫീസില്ലേ? ഉണ്ണി ചോദിച്ചു. അച്ഛൻ ചിരിച്ചു. ഇന്ന് മെയ് ദിനം, ലോക തൊഴിലാളി ദിനം. തൊഴിലാളി ദിനമോ? അതെന്താ? നമ്മുടെ ചുറ്റും നിരവധി ആളുകൾ ഉണ്ടല്ലോ. വീടുകൾ പണിയുന്ന തൊഴിലാളികൾ, റോഡ് വൃത്തിയാക്കുന്നവർ, റോഡ് പണിയുന്നവർ, കർഷകർ, മീൻപിടുത്തക്കാർ, ഡ്രൈവർമാർ, അധ്യാപകർ, ആശുപത്രിയിലെ ജീവനക്കാർ, അങ്ങനെ എത്രയധികം പേരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. അവരുടെ ദിനമാണിന്ന്. പണ്ട് കാലത്ത് തൊഴിലാളികളുടെ കാര്യം വലിയ കഷ്ടമായിരുന്നു. പകലും രാത്രിയും നീണ്ട മണിക്കൂറുകൾ ജോലി ചെയ്യേണ്ടി വന്നിരുന്നു. വിശ്രമമില്ല, അവകാശങ്ങളില്ല. അയ്യോ, അങ്ങനെയായിരുന്നോ? ഉണ്ണി ചോദിച്ചു. അതേ മോനെ, ഒരു ദിവസം അവർ ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങൾക്കും അവകാശങ്ങൾ വേണം. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ കുടുംബത്തിനും ജീവിതത്തിനും. അങ്ങനെ പറഞ്ഞ് അവർ ഒത്തുചേർന്ന് സമരം ചെയ്തു. അച്ഛൻ പറയുന്നത് കേൾക്കാൻ ഉണ്ണിക്ക് ആവേശമായി. 1886 അമേരിക്കയിലെ ചിക്കാഗോ എന്ന സ്ഥലത്ത് തൊഴിലാളികൾ സമാധാനപരമായി ഒത്തുകൂടി. പക്ഷേ അവിടെ വലിയ സംഘർഷമുണ്ടായി. പലർക്കും പരിക്ക് പറ്റി, ചിലർക്ക് ജീവനും നഷ്ടപ്പെട്ടു. അവരുടെ ധൈര്യവും ത്യാഗവും ഓർമ്മിക്കാനാണ് ലോകമെമ്പാടും മെയ് 1 തൊഴിലാളി ദിനം ആഘോഷിക്കുന്നത്. ഉണ്ണി ശ്രദ്ധയോടെ കേട്ടു. അപ്പോൾ അച്ഛാ, നമ്മുടെ വീട്ടിൽ വരുന്ന ചേച്ചി, പച്ചക്കറി കൊണ്ടുവരുന്ന ചേട്ടൻ, സ്കൂൾ ബസ് ഓടിക്കുന്ന അങ്കിൾ, അവരും ഈ ദിവസത്തിന്റെ ഭാഗമല്ലേ? അതേ മോനെ, അച്ഛൻ പറഞ്ഞു. ഓരോ തൊഴിലിനും വിലയുണ്ട്. ഓരോ തൊഴിലാളിയും ബഹുമാനിക്കപ്പെടണം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉണ്ണി ചെറിയ ഒരു കാർഡ് തയ്യാറാക്കി. അതിലെഴുതിയിരുന്നു, എല്ലാ തൊഴിലാളികൾക്കും മെയ് ദിനാശംസകൾ. ഞങ്ങളുടെ ചേച്ചിക്ക് പ്രത്യേകം ആശംസകൾ. വൈകുന്നേരം അവൻ ആ കാർഡ് വീട്ടിൽ ജോലി ചെയ്യുന്ന ലത ചേച്ചിക്ക് നൽകി. ചേച്ചിയുടെ കണ്ണിൽ സന്തോഷ കണ്ണുനീർ നിറഞ്ഞു. ഇത്ര മനോഹരമായ സമ്മാനം ആദ്യമായിട്ടാണ് എനിക്ക് ലഭിക്കുന്നത്. അത് കണ്ട് അമ്മ പറഞ്ഞു, മോനെ, നീ ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ്. അന്ന് അവനൊരു കാര്യം മനസ്സിലായി. ലോകം സുന്ദരമാകുന്നത് തൊഴിലാളികളുടെ കൈകളാലാണ്. അവരെ ആദരിക്കുന്നതാണ് യഥാർത്ഥ മെയ് ദിനാഘോഷം.